അവശനിലയിൽ കഴിഞ്ഞുവന്ന മധ്യവയസ്കനെ ആലപ്പുഴ എടത്വ സ്നേഹഭവൻ ഏറ്റെടുത്തു. കരുനാഗപ്പള്ളി തൊടിയൂർ അരമത്തുമടം പുതുമംഗലത്ത് വീട്ടിൽ സുരേഷിനെയാണ് സ്നേഹഭവൻ ഏറ്റെടുത്തത്. അവശനിലയിലായിരുന്ന സുരേഷിനെ സംരക്ഷിക്കാൻ ജ്യേഷ്ഠനും കുടുംബത്തിനും കഴിയാതെ വന്ന സ്ഥിതിയിലാണ് സുരേഷിനെ സ്നേഹഭവനിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. വാർഡ് മെമ്പറും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ തൊടിയൂർ വിജയൻ സാമൂഹ്യ പ്രവർത്തകനായ സന്തോഷ് തൊടിയൂരുമായി ബന്ധപ്പെടുകയും സന്തോഷ് സ്നേഹഭവൻ സെക്രട്ടറി ജോണിക്കുട്ടിയുമായി സംസാരിച്ച് സുരേഷിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹഭവനിലേക്ക് അയച്ചത്. നമ്മുടെ പ്രദേശത്തൊക്കെ പല അഭയമന്ദിരങ്ങളും ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടാക്കാം. പക്ഷെ അവിടെയൊക്കെ കൊണ്ടാക്കിയാൽ നാളെ അവർ പറയും തിരികെ കൊണ്ടുപോകണം, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി തിരികെ കൊണ്ടുപോകണം, അവർക്ക് നോക്കാൻ വയ്യ. പല കാര്യങ്ങളും കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടി. ഒരു പള്ളിയുടെ കീഴിൽ തന്നെയാണ്, എടത്വ മിഷൻ ഹോസ്പിറ്റലിൻ്റെ കൂടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ആ ഒരു സ്ഥാപനം, നല്ലൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ജോണിക്കുട്ടി സ്നേഹഭവൻ ജോണിക്കുട്ടി അച്ചായൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം സെക്രട്ടറി അച്ചായൻ്റെ സ്ഥാപനത്തിലേക്കാണ്. കാരണം അച്ചായനുമായിട്ട് ഞങ്ങൾ വർഷങ്ങളുമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊടിയൂർ പ്രദേശത്ത് നിന്ന് ഒരാളെ അവിടെയാണ് കൊണ്ടുപോയി, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു കുട നന്നാക്കുന്ന രാഘവൻ ചേട്ടനും ആ സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോയി നമ്മൾ അവിടെ ആയിരുന്നു ആവശ്യമിരുന്നത്. അരമത്തുമടം വാർഡിലെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരുമായ നിരവധി പേർ സുരേഷിനെ യാത്രയയക്കാൻ എത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, സന്തോഷ് തൊടിയൂർ, രമണിഭായ്, സുന്ദരേശൻ കടൂരത്ത്, രമണനേലായിൽ, ഷീജ, ജ്യേഷ്ഠൻ രാജേന്ദ്രൻ, സഹോദരി ശോഭന തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.